മനസ്സിലായില്ലേ? ഇതാണ് ദിവ്യ ദീപക്. ദീപകിന്റെ റെക്കോർഡിക്കലായ ഭാര്യ. സംശയിക്കണ്ട, ഞാൻ തന്നെ വിളിച്ചു വരുത്തിയതാ. ഈ ഒരു അവസരത്തില് ദിവ്യ വേണമല്ലോ ഇവിടെ. അതാ ദിവ്യ വാ. വാവേ, ചക്കര വാവ. അച്ഛമ്മയെ പോലെ തന്നെ ഉണ്ട്. അച്ഛമ്മയുടെ കച്ചറ സ്വഭാവം മാത്രം കൊച്ചിന് കിട്ടാതിരുന്ന മതി. എന്താ ഇതിനൊന്നും പ്രതികരിക്കാൻ നിൽക്കുന്നത്? യൂസ്ലെസ്, സ്റ്റോപ്പ് ഇറ്റ്. നീ നിന്റെ ജോലി ചെയ്, തല തുടക്കേ. അതോ ഞാനിപ്പോ പോലീസിനെ വിളിക്കണോ? അംബികേച്ചിയുടെ ഡിറ്റോയാ, അതേപോലെ വാർത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ദീപകിന്റെ ഈ കുറുക്കൻ കണ്ണുകളെ ഇവനും കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ എത്രയും വേഗം ഞാൻ പകരം വീട്ടിയില്ലെങ്കിലേ. എന്റെ പേര് അംബിക വർമ്മയെന്നല്ല. പരാജയപ്പെട്ടവരുടെ ഒരു സ്ഥിരം വാക്കായത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി പേര് മാറ്റ. ദിവ്യ എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ സാർ. ഫ്ലാറ്റിലെ ജീവിതമൊക്കെ എങ്ങനെയാ? സുഖാണോ? ഫ്ലാറ്റോ? ഏത് ഫ്ലാറ്റ്? അല്ല, ഇവൻ ഞങ്ങളോടൊക്കെ പറഞ്ഞത് ദിവ്യ ഏതോ ഫ്ലാറ്റിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്നാ. ഇയാൾ എന്നെ അന്വേഷിച്ചു വരാനോ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനോ ഇന്ന് വരെ വന്നിട്ടില്ല സാർ. ഇതിൽ കൂടുതൽ ഇവനിട്ട് എന്ത് ചെയ്യാനാ? എന്തായാലും ദിവ്യ കുഞ്ഞുമായിട്ട് അകത്തേച്ചില്ല. യാമിനി, ദിവ്യ കൂട്ടിക്കൊണ്ടോ. വാ ദിവ്യ. രാജു. സർ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കാര്യം ദീപക് തെറ്റുകാരനൊക്കെ തന്നെയാ. എങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷനിൽ ദിവ്യ അവന്റെ കൂടെ ഒന്ന് സഹായിച്ച അവര് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ലേ? നീ പറഞ്ഞത് എന്തായാലും ശരിയാ. നീ വാ. പദ്ധതിയൊക്കെ പാളിയല്ലേ? അനന്തപിള്ളയുടെ മകളും ദീപക്കും തമ്മിലുള്ള കല്യാണം ഉടനെ നടത്താൻ തീരുമാനം എടുത്തതല്ലേ? എന്നാ ആ പ്ലാൻ അങ്ങ് വിട്ടേക്ക്. അത് നടക്കില്ല. ദീപകിന്റെ യഥാർത്ഥ ഭാര്യയെ ഞാൻ വിളിച്ചു വരുത്തിയത് ആ കല്യാണം മുടക്കാനാ.